കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ ആയിരിക്കും കേട്ടോ. ഈ സമയം അവിടെ ഒരു പെൺകുട്ടി പൂക്കളൊക്കെ വിറ്റുകൊണ്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ കൃഷ്ണനെ കാണുന്നതും ആ പെൺകുട്ടി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക. ചേച്ചി ഒരു പൂ വാങ്ങാവോ? അങ്ങനെ പറഞ്ഞ് ആ പെൺകുട്ടി ഒരു റോസാപ്പൂ ഇങ്ങനെ നീട്ടി നിൽക്കുവാണ്. അന്നേരം കൃഷ്ണയുടെ മനസ്സിലേക്ക് വരുന്നത് നവീൻ റോസാപ്പൂ കൊടുത്ത് കൃഷ്ണയെ പ്രപ്പോസ് ചെയ്ത ആ രംഗങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് ഒരു നിമിഷം നിൽക്കുക കൃഷ്ണ. എന്നിട്ട് കൃഷ്ണ ആ കുട്ടിയോട് ചോദിക്കണേ, എനിക്ക് പൂവൊന്നും വേണ്ട മോളെ. അങ്ങനെ പറയല്ലേ ചേച്ചി, ഒരു പൂവെങ്കിലും വാങ്ങണം. ഇതുവരെ ഒരു പൂവ് പോലും ആരും വാങ്ങിയിട്ടില്ല. എൻ്റെ അമ്മ അസുഖം ബാധിച്ചു കിടക്കുക. എനിക്ക് എൻ്റെ അമ്മയുടെ അസുഖത്തിന് മരുന്ന് വാങ്ങണം. അങ്ങനെ ആ കുട്ടി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണക്ക് സങ്കടമാകുക. മോളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? എൻ്റെ അമ്മയുടെ രോഗമൊന്നും അറിയില്ല. അമ്മക്ക് തീരെ വയ്യ. മോള് പഠിക്കാനൊന്നും പോകുന്നില്ലേ? നേരത്തെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യാതായതോടെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കാനൊന്നും പോകാൻ പറ്റുന്നില്ല. ചേച്ചി ഒരു പൂ വാങ്ങുമോ? ആ, മോളൊരു പൂ എടുത്തോ. എത്ര രൂപയാ ഒരു പൂവിന്? 10 രൂപ. ഒരെണ്ണം മതിയോ? ഒരു പൂ മതി എന്ന് പറഞ്ഞ് 100 രൂപ കുട്ടിക്ക് കൊടുക്കുക. അന്നേരം ആ കുട്ടി ബാക്കി കൊടുക്കാൻ നേരം കൃഷ്ണ വരണേ, ബാക്കി വേണ്ട, മോള് വെച്ചോ. മോളുടെ നമുക്ക് മരുന്ന് വാങ്ങിക്കാനുള്ളതല്ലേ. മോളുടെ നമുക്ക് ഒരാപത്തും വരില്ല കേട്ടോ. ആൻറ്റി പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്നും പോകാൻ തുടങ്ങുക. ഈ സമയത്തായിരിക്കും സിനിയുടെ വണ്ടി അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്നും സിനി ഇറങ്ങി കൃഷ്ണയുടെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണക്കാണെങ്കിൽ സിനിയെ കാണുന്നതും ഒത്തിരി സന്തോഷമാകുക. ആ സിരി ചേച്ചിയോ? ചേച്ചി എന്താ ഈ വഴിക്ക്? ഞാൻ കൃഷ്ണയെ കാണാൻ തന്നെ ഇറങ്ങിയതാ. അല്ല, കൃഷ്ണയിൽ എങ്ങോട്ടാ? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അല്ല, ചേച്ചി എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അത് പിന്നെ സിത്താര മാഡം പറഞ്ഞിട്ടാ. മാഡം കൃഷ്ണയും കുട്ടി എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക എന്നോട്. എന്താ കാര്യം ചേച്ചി? അതെനിക്കറിയില്ല. സീതാരാമരം കൂട്ടിക്കൊണ്ട് വരാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അന്നേരം കൃഷ്ണ പറയണേ, ഇല്ല സിരി ചേച്ചിക്ക് കാര്യം അറിയാം. എന്നോട് അത് മനഃപൂർവ്വം പറയാത്തതാ. ചേച്ചിയുടെ മുഖത്തുണ്ടത്. ഇപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ ഗാഥയും നവീനും ഒന്നിച്ചതല്ലേ, പിന്നെ ഞാനിതിന് അവരുടെ ഇടയിലേക്ക് വരുന്നത്. അന്നേരം സിനി പറയുന്നുണ്ട്, ഗാഥയും നവീനും ഒക്കെ ഉണ്ട് അവിടെ, പിന്നെ ഞാനിതിന് അങ്ങോട്ട് വരുന്നത്. എന്നെ കണ്ട പ്രശ്നവുമില്ലേ? ഇല്ല, ഇനി ഞാൻ ഒരു അഭിനയത്തിനുമില്ല. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ. അങ്ങനെ അവരുടെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ സിത്താരയുടെ കോള് സിനിക്ക് വരുന്നത്. സിത്താരമ്മയോടെ വിളിക്കുന്നത്. ഹലോ മാഡം, ഞാൻ ദാ കൃഷ്ണൻ്റെ അരികിൽ തന്നെയുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട് മാഡം. കൃഷ്ണക്കൊന്ന് ഫോൺ കൊടുത്തേ. അങ്ങനെ കൃഷ്ണക്ക് ഫോൺ കൊടുക്കുവാണ്ടോ സിനി. ഈ സമയം കൃഷ്ണയോട് സിത്താര പറയണേ, അതെ സിനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എത്രയും പെട്ടെന്ന് സിനിയുടെ കൂടെ നീ ഇവിടെ എത്തണം. ബാക്കിയെല്ലാം വിശദമായിട്ട് ഇവിടെ വന്നിട്ട് പറയാം. അല്ല മാഡം, ഇനി നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാം ഇനി ഇവിടെ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ, ശരി ഞാൻ വരാം. ആദ്യം ഞാൻ വീട്ടിലേക്കുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കട്ടെ. വീട്ടിൽ പറയുകയും വേണമല്ലോ. പിന്നീട് കാണിക്കുന്നത് സാധനങ്ങളൊക്കെ വാങ്ങി സിനിക്കൊപ്പം തിരികെ വീട്ടിലെത്തുവാണ് കേട്ടോ കൃഷ്ണ. അങ്ങനെ സിനിയോടെ പുറത്തു തന്നെ നിൽക്കുവാണ്. കൃഷ്ണ അകത്തേക്ക് പോകുവാണ്. അങ്ങനെ കൃഷ്ണ ഗോപാലിനോട് സുനന്ദയോടും ഒക്കെ വഴി വെച്ച് സിനിയെ കണ്ട കാര്യവും സിനി തന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്ന കാര്യമൊക്കെ അവരോട് പറയുവാണ്ടോ. അതേക്കുന്നത് സുനന്ദ ചോദിക്കണേ, അല്ല വീണ്ടും എന്തിനാ കൃഷ്ണമോളിനെ അങ്ങോട്ട് പോകുന്നത്? എല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞു വിട്ടതല്ലേ. അന്നേരം ഗോപാലൻ പറയണേ, എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, അല്ലാതെ സിത്താര മാഡം വിളിക്കില്ലല്ലോ. മോൾ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ആകെ പ്രശ്നം ഉണ്ടാകും. താങ്കൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. മോളുടെ അമ്മയുടെ ആരോഗ്യത്തെ കൂടി അത് ബാധിക്കും. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അതെനിക്കും അറിയാം, അതുകൊണ്ടാണ് ഞാനും പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇനി എന്നോട് നവീൻ്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കണമെന്നോ അങ്ങോട്ടേക്ക് പോകണമെന്നോ പറഞ്ഞാൽ ഞാൻ പോകില്ല. അതവരുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയും. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, അല്ലെങ്കിലും ഇനി എന്തിനാണ് മോൾ അഭിനയിക്കുന്നത്? മരണം മുന്നിൽ കണ്ടിട്ടും ഇത്രയും കാര്യങ്ങൾ മോള് അവർക്ക് വേണ്ടി ചെയ്തില്ലേ, അത് തന്നെ ധാരാളോ. പറയുമ്പോൾ അവർ കുറേ ലക്ഷമൊക്കെ തന്നിട്ടുണ്ട്, എങ്കിലും അതിനുള്ള കാര്യങ്ങൾ മോൾ തിരികെ ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. മോളുടെ ജീവന് എന്ത് സംഭവിച്ചാലും അവർക്ക് എന്താ നഷ്ടം, അവർക്ക് എന്താ വിഷമമുള്ളത്? അന്നേരം ഗോപാലൻ പറഞ്ഞേ, സുനന്ദേ നീ എന്തൊക്കെയാണ് പറയുന്നത്? കൃഷ്ണമോൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല. അത്രയ്ക്ക് ദൈവങ്ങളെ വിശ്വസിക്കുകയും ദൈവങ്ങളിലും സ്വന്തം ജീവിതം അർപ്പിച്ച് ജീവിക്കുകയും ചെയ്തവളാണ് എൻ്റെ കൃഷ്ണമോള്. അങ്ങനെയുള്ള മോളെ ഒരിക്കലും ഒരു സർപ്പവും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അന്നേരം കൃഷ്ണ പറയണേ, എന്തിനാ ഗോപാലമ്മേ സുനന്ദ ആൻറ്റിയോട് ദേഷ്യപ്പെടുന്നത്? സുനന്ദേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ സംസാരിച്ചത്. സിനി ചേച്ചിയുടെ കൂടെ ഇങ്ങോട്ട് വന്ന് കാറിൽ നിറങ്ങി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ എൻ്റെ കാലിലെന്തോ പെട്ടെന്നൊരു മുള്ളു കുത്തിക്കൊണ്ടു. ഞാൻ കരുതിയത് സർപ്പശാപം ഒരു നിമിഷം ഏറ്റു എന്നാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാവുന്ന തരത്തിൽ ഒരു സർപ്പശാപം ഇപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അന്നേരം ഗോപാലൻ പറഞ്ഞേ, മോൾ ആവശ്യമില്ലാത്തതെന്ന് ഓർത്ത് വിഷമിക്കാൻ നിൽക്കേണ്ട. തൽക്കാലം സിത്താര വിളിച്ച സ്ഥിതിക്ക് മോൾ അങ്ങോട്ടേക്ക് ചെല്ലണം. അവർ എന്താ പറയുന്നതെന്ന് കേൾക്കണം.
എന്താണെങ്കിലും അവർക്കൊപ്പം പോകാൻ തന്നെ ഞാനും തീരുമാനിച്ചത്. അമ്മയോടൊന്ന് പറയട്ടെ. അന്നേരം ഗോപാലൻ പറഞ്ഞേ, ഒരു കണക്കിന് മോൾ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. രാവിലെ തൊട്ട് തങ്കം ആകെ വിഷമത്തിലാണ്. മോളെന്താ തിരിച്ചു പോകാത്തതെന്നോർത്ത്. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കാര്യങ്ങളും യഥാർത്ഥ സത്യങ്ങളൊന്നും തങ്കത്തിനെ പറഞ്ഞറിയിക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. സർജറിയൊക്കെ കഴിഞ്ഞ് തങ്കം പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് പതിയെ വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഷോക്ക് തങ്കത്തിനൊരിക്കലും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പരമാവധി നമ്മൾ മൂടി വെച്ചേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ നേരെ തങ്കത്തിനരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് തനിക്ക് പോകണമെന്നും നവീന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഓഫീസിലുണ്ടെന്നുള്ള കാര്യവും അത് കാരണം എത്രയും പെട്ടെന്ന് തനിക്ക് അവിടെ എത്തണമെന്നൊക്കെ കൃഷ്ണ പറയുവാണ് കേട്ടോ. അത് കേട്ട് തങ്കം പറയണേ. അന്നേരം തങ്കം ചോദിക്കുക, അല്ല വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഓഫീസിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പോകേണ്ട പല പല സ്ഥലങ്ങളില്ലേ? കളരിക്കൽ പോലെ ഇത്ര വലിയൊരു കുടുംബത്തിലെ അംഗമല്ലേ നവീൻ. അങ്ങനെയുള്ളപ്പോൾ നവീന് മോളെ കൂട്ടി എത്രയോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാനുണ്ട്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ഇത് ഓഫീസിലെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ്. അന്നേരം തങ്കം പറയുന്നുണ്ട്, എത്രയൊക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞാലും നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് ഓഫീസിലും മറ്റും പോയി പണം ഉണ്ടാക്കുന്നത്? കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് ജീവിക്കാനല്ലേ. അപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തിയില്ലേ പറ്റും. കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതും കുടുംബത്തോടൊപ്പം ഇരിക്കുന്നതല്ലേ ഏറ്റവും സന്തോഷമുള്ള കാര്യം. എന്താണെങ്കിലും മോളെ നവീൻ്റെ അരികിലേക്കാണല്ലോ പോകുന്നത്. നവീൻ്റെ വീട്ടുകാരുടെയൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം നോക്കിയും കണ്ടും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറണം മോളും. പിന്നെ എപ്പോഴാണ് ഇനി നവീനെയും കൂട്ടി അമ്മയുടെ മുമ്പിലേക്ക് വരുന്നത്? എപ്പോഴാണ് രണ്ടാളും കൂടി എനിക്കിനി ഒരുമിച്ച് കാണാൻ പറ്റുന്നത്? അന്നേരം കൃഷ്ണ എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുക. ഈ സമയം ഗോപാലൻ പറയണേ, നവീൻ മോൻ പറഞ്ഞത് കൃഷ്ണമോളെപ്പോൾ തങ്കത്തിന് അറിയിച്ചില്ലായിരുന്നോ? തങ്കത്തിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് വേണം തങ്കത്തിനെയും കൂട്ടിയിട്ട് ചോറ്റാനിക്കരയിലും ഗുരുവായൂരും അങ്ങനെ 2-3-4 ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോകാനെന്നാണ് നവീമും പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തങ്കത്തിന് ഒരുപാട് സന്തോഷമാണ്. സത്യമാണോ? അത് ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ? ഇതൊക്കെ എന്നോട് പറഞ്ഞാലല്ലേ ഞാൻ അറിയൂ. എൻ്റെ മോൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയുകൊണ്ട് ഭഗവാനോടൊക്കെ നന്ദി പറയണമെന്ന് ഞാനും വിചാരിച്ചതേ ഉള്ളൂ. മക്കൾക്കൊപ്പം പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ കൃഷ്ണയെ ചേർത്ത് പിടിക്കുകയും കൃഷ്ണയുടെ നെറ്റിൽ കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ തങ്കം. അന്നേരം കൃഷ്ണൻ അമ്മയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് അമ്മയോട് യാത്ര പറഞ്ഞ് അതിനുശേഷം ഗോപാലനോടും സുനന്ദയോടും ഒക്കെ യാത്ര പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്നും പോകുവാണ്. പോകാൻ നേരം ഗോപാലൻ കൃഷ്ണയോട് പറയുന്നുണ്ട്, പിന്നെ കൃഷ്ണമോളെ, സിത്താര ചിലപ്പോൾ നവീൻ്റെ കൂടെ മോള് പോകണമെന്നോ എന്തെങ്കിലും ചടങ്ങുകളോ മറ്റോ ബാക്കിയുണ്ട്, അത് പൂർത്തിയാകാൻ പോകണമെന്ന് പറയുവാണെങ്കിൽ മോൾ എതിർക്കൊന്നും വേണ്ട, മോള് പോകണം. എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ. അങ്ങനെ ശരിയെന്നും പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം സുനന്ദ ഗോപാലനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗോപാലേട്ടാ, നിങ്ങളെന്തിനാ ആ സിത്താര മേഡം പറയുന്ന കാര്യങ്ങൾ ഇനിയും കൃഷ്ണമോൾ അനുസരിക്കണമെന്ന് പറയുന്നത്? അന്നേരം ഗോപാലൻ പറയണേ, എടി സിത്താര മേഡം ഇപ്പം ഇത്രയും ധൃതിപ്പെട്ട് നവീനും ഗാഥ അവിടെ ഉള്ളപ്പോൾ കൃഷ്ണയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഗാഥയ്ക്ക് പകരം കൃഷ്ണയെ കൊണ്ടുപോകാൻ അവർക്ക് എളുപ്പമാണ്. എന്നാൽ കൃഷ്ണയ്ക്ക് പകരം ഗാഥയായിട്ട് ആ പെണ്ണിനെ അഭിനയിക്കാനൊന്നും പറ്റില്ല. ഗാഥയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൃതിപ്പെട്ട് സിത്താര മേഡം കൃഷ്ണയെ അവിടെ തിരികെ എത്തിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മിക്കവാറും നവീൻ്റെ കൂടെ കളരിക്കലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത് കൃഷ്ണ തന്നെയായിരിക്കും. ഏറ്റവും അവസാനം നവീൻ്റെ ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്നതും നമ്മുടെ കൃഷ്ണമോള് തന്നെയായിരിക്കും. എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനുള്ള സൂചനകളാണ് ഇതെല്ലാം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് ഗോപാലൻ. പിന്നീട് കാണിക്കുന്നത് തിരിച്ച് കളരിക്കിലേക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുവാണ് നവീൻ. ഈ സമയം നവീൻ്റെ അരികിലേക്ക് കോഫിയുമായിട്ട് വരുവാണ് ഗാഥ. നവീൻ്റെ ചായയുടെ കടുപ്പവും മധുരമൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ അതാ ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് എടുത്തു തരാം. അന്നേരം നവീൻ അത്ഭുതത്തോടെ ഗാഥയെ നോക്കിയിട്ട് ചോദിക്കണേ, അല്ലടോ എന്തു പറ്റി? ഇന്നലെ താൻ തന്നെയല്ലേ എൻ്റെ ചായയുടെ പാകമൊക്കെ കൃത്യമായിട്ട് തന്നത്? അതേ പാകം തന്നെ ഉണ്ടാക്കിയാൽ മതി. അന്നേരം ഗാഥ പെട്ടല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം സിത്താര മുകളിൽ നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ ഗാഥ കപ്പിലേക്ക് കോഫി ഒഴിച്ച് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് അത് നവീന് കൊടുക്കുവാണ്. ഈ സമയം നവീൻ അത് കുടിച്ചിട്ട് വരണേ, അല്ല എന്തു പറ്റി? ഇന്നലെ താൻ എന്ത് മനോഹരമായിട്ട് ചായ ഉണ്ടാക്കിയത്, എവിടെ തൻ്റെ ആ കൈപുണ്യം? ഇന്നലെ താൻ ഉണ്ടാക്കിയ ആ ചായ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ നേരം അതിൻ്റെ രുചി എൻ്റെ നാവിൽ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്തു പറ്റി? ഇന്നലത്തെ ആ ചായയിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതൊന്നുമില്ലല്ലോ. ഈ സമയം ഗാഥ വരണേ, അത് പിന്നെ നവീൻ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് അതിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിൻ്റെ ടെൻഷനിലും പരിഭ്രമത്തിലും ഒക്കെ ചെയ്തപ്പോൾ അതുകൊണ്ടായിരിക്കും നവീൻ അങ്ങനെ തോന്നിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടുത്തപ്പോണ്ടോ ഗാഥ. ഈ സമയം സിത്താരയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, എൻ്റെ മനസ്സിൽ നിന്നും ആ സംഭവങ്ങളൊന്നും ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. എത്രയൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരു കാര്യങ്ങൾ കൺമുമ്പിൽ കാണുമ്പോൾ അതൊന്നും ശീലമില്ലല്ലോ അവൾക്ക്.
സാരമില്ല കാത്, തൻ്റെ മനസ്സിലുള്ള എല്ലാ ടെൻഷനും പരിഭ്രമമൊക്കെ മാറട്ടെ. അതിനുശേഷം താൻ ഫ്രീ ആയി പഴയതുപോലെ ആവണം. അതിനുശേഷം താൻ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നാൽ മതി. അങ്ങനെ പറഞ്ഞ നവീനും ഗാഥയോട് സംസാരിച്ച് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ കൃഷ്ണയും കൂട്ടി സിനി അവിടെ പുറത്തെത്തുന്നത്. അന്നേരം സിനി പറയണേ, ഞാൻ സിത്താരം അടുത്തൊന്ന് വിളിക്കട്ടെ, അകത്തെ അന്തരീക്ഷമൊക്കെ എന്താണെന്നറിയാമല്ലോ. അങ്ങനെ സിനിയുടെ കോൾ കാണുന്നതും സിത്താര കുറച്ചങ്ങ് മാറി കോൾ അറ്റൻഡ് ചെയ്യുക. മാഡം, ഞാൻ കൃഷ്ണയും കൂട്ടി ഇവിടെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അന്നേരം സിത്താര പറയണേ, ആ ഇവിടെ നവീനും ഗാഥയും ഹോളി തന്നെയുണ്ട്, നിങ്ങൾ രണ്ടാളും പിന്നാമ്പുറത്ത് കൂടി അകത്തേക്ക് വാ. അങ്ങനെ സിനി കൃഷ്ണയും കുട്ടി പിന്നാമ്പുറത്തേക്ക് പോകുവാണ്. ഈ സമയം സിത്താരയാണെങ്കിൽ അവിടെ നവീനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നവീൻ ഗാദ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ തക്കതിന് പിന്നാമ്പുറത്ത് കൂടി സിനിയും കൃഷ്ണയും അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.